കടന്നുപോയതല്ലാതെ ഒരു പ്രതികരണം നടത്തിയില്ല. അതിനുശേഷമാണ് കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. പ്രശാന്ത്, എന്തായാലും മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരാം. പ്രശാന്ത് തുടരുക. ഇപ്പോൾ അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പാലക്കാടും വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായി. അതോടൊപ്പം തന്നെ രാഹുലിന്റെ പാലക്കാട്ടെ MLA ഓഫീസ് ഇപ്പോഴും പൂട്ടിയ നിലയിൽ തന്നെ തുടരുകയാണ്. അരുൺ ചേരുന്നു അവിടെ നിന്നും. അരുൺ, പറയൂ. ശക്തമായ പ്രതിഷേധമാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് ഉണ്ടായത്. പാലക്കാട് രാഹുലിന്റെ മണപ്പുള്ളിക്കാവ് ഭാഗത്തുള്ള ഓഫീസിലേക്ക് ഇന്നിപ്പോൾ BJP യുവമോർച്ച പ്രവർത്തകരും ഒപ്പം DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തുകയുണ്ടായി. BJPയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ MLA ഓഫീസിലേക്ക് പ്രതിഷേധമായി എത്തിയ പ്രവർത്തകർ MLA ഓഫീസ് പൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാറും രാഹുലിനെ ഉടൻ തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതികരണവും നടത്തുകയുണ്ടായി. പ്രധാനമായിട്ടും രാഹുലിനെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസും CPM ചേർന്ന് ശ്രമിച്ചാൽ അതിനെ അനുവദിക്കില്ല എന്നും നിരവധി പെൺകുട്ടികൾ രാഹുൽ മൂലം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെയൊക്കെ മൊഴിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്നും രാഹുലിനെ സംരക്ഷിക്കുന്ന ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള തെളിവുകൾ അടുത്ത ദിവസം പുറത്തു വരുമെന്നും പെൺകുട്ടിയെ സ്വാധീനിക്കാൻ വടകര MP ശ്രമിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളായിരുന്നു ഈ വിഷയത്തിൽ C കൃഷ്ണകുമാർ നടത്തിയത്. അതേപോലെ തന്നെ പ്രശാന്ത് ശിവന്റെ ഈ ഒരു പ്രതിഷേധത്തിനിടെ പ്രശാന്ത് ശിവൻ പ്രധാനമായിട്ടും പറഞ്ഞത് രാഹുൽ MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനെ അല്ല എന്നുള്ളതാണ്. ഒരു മൃഗത്തെ പോലെ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിനെ പോലെ ഒരു പെൺകുട്ടിയെ ഗർഭചിത്ര ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുന്ന ഒരു MLA, ഈ സൈക്കോപാത്തിനെ ആഭ്യന്തര വകുപ്പ് എത്രയും വേഗം വന്ധ്യംകരിക്കണമെന്നും ABC പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്ധ്യംകരിക്കണമെന്നുൾപ്പെടെയായിരുന്നു പ്രശാന്ത് ശിവൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്നിപ്പോൾ രാഹുലിന്റെ ഓഫീസിലേക്ക് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടായത്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പരാതി കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായിട്ട് BJPയും യുവമോർച്ചയും ഒക്കെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെയും ഈ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ രാഹുലിൻ്റെ MLA ഓഫീസിലേക്കൊക്കെ നിരന്തര പോരാട്ടങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ അത് BJPയുടെയും യുവമോർച്ചയുടെയും ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ സമരങ്ങൾ ഇനിയും തുടരും. രാഹുൽ രാജിവെക്കുന്നതുവരെ ഈ സമരങ്ങളൊക്കെ തുടരും എന്നുള്ളതാണ് BJPയും യുവമോർച്ചയും ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. ഈ ഇരയായ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി തങ്ങൾ എന്നും കൂടെ ഉണ്ടാവും എന്നുൾപ്പെടെയാണ് BJP യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു വെച്ചത്. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് നടന്നിട്ടുള്ളത്. നാളെ ഇപ്പോൾ രാഹുലിൻ്റെ ഈ ഒരു വിഷയത്തിൽ രാഹുലിൻ്റെ രാജി ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ, രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ആഭ്യന്തര വകുപ്പ് മുതിർന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ പാലക്കാട് സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ശരി അരുൺ, തുടരുക. പ്രശാന്തിലേക്ക് പോകേണ്ടതുണ്ട്. പ്രശാന്ത്, ഇപ്പോഴും മൊഴിയെടുക്കൽ തുടരുകയാണ്. എന്തായാലും മൊഴിയെടുത്തതിന് ശേഷമാകാം തുടർ നടപടികൾ എന്ന് പറയുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കങ്ങൾ രാഹുൽ ഒരു വശത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ സാക്ഷ്യം വഹിക്കുക? നമുക്ക് പ്രശാന്തിലേക്കും അരുൺ ആലത്തൂരിലേക്കും എത്താം. ഈ വിഷയത്തിൽ തന്നെ വളരെ പെട്ടെന്ന് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്റെ വൈഫ് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കം ഞങ്ങളുടെ വീടിന് വേണമെന്ന് ഇവൾ പറയുന്നു. അങ്ങനെയോ? ഇൻഡിഗോ പ്രീമിയം XT ഷീൻ ഇമൽഷൻ പുറം ചുവറുകൾക്ക് നൽകുന്നു നക്ഷത്ര തിളക്കം. പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ്. ഇനി തീ പിടിക്കുമെന്നോ ചിതലരിക്കുമെന്നോ ഭയക്കണ്ട. വിവിധ അളവുകൾ, ട്രെൻഡി ഡിസൈനുകൾ, മാത്രമല്ല എളുപ്പത്തിൽ ഫിറ്റും ചെയ്യാം. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. ശ്രീ ഭദ്ര ഭഗവതി ഐശ്വര്യ ദേവതയായി വാണരുളുന്ന